ഗുഡ് മോർണിംഗ്. അപ്പോൾ നാളത്തെ എക്സാമിന് നമുക്ക് 1 മാർക്ക് ഫസ്റ്റ് പാഠഭാഗത്തെ 1 മാർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് നാളെ പഠിക്കാതെ പോകരുത്. അതായത് മനുഷ്യരുടെ പൂർവികരെന്നുള്ളത് ആദ്യം പ്രൈമേറ്റുകൾ, അത് സസ്തനികളുടെ ഒരു വിഭാഗം, ഹോമിനോയിഡുകൾ 4 കാലി നടത്തം, ഹോമിനിഡുകൾ 2 കാലി നടത്തം, പിന്നെ അതിൽ 2 വിഭാഗം ആസ്ട്രലോപിത്തേക്കസ്, ഹോമോയിൽ 3 വിഭാഗം, ഹോമോസാപ്പിയൻസ് ഉപകരണ നിർമ്മാതാക്കളാണ്, ഹോമോ ഇറക്റ്റർ നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ് ഹോമോസാപ്പിയൻസ്. അപ്പോൾ ഹോമോസാപ്പിയൻസിൻ്റെ പ്രത്യേകതയും മറക്കരുത്, ബുദ്ധിയുള്ള മനുഷ്യർ. ഓക്കെ. പിന്നെ ഇത് ശിലായുഗത്തിന് 3 പിരിവുകൾ: പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, മധ്യശിലായുഗം. പിന്നെ ഇതിൽ 3ൻ്റെ ഈ സവിശേഷതകളും പഠിക്കാതെ ഒരിക്കലും നാളത്തെ എക്സാമിന് പോകരുത്. പ്രാചീന ശിലായുഗത്തിൽ ആദ്യ ഘട്ടമാണ് പരുക്കൻ കല്ലുകൾ ശേഖരണവും വേട്ടയാടലുമായിരുന്നു ഉപജീവനമാർഗം. മധ്യശിലായുഗത്തിൽ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഉണ്ടാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളെ ഉപയോഗിച്ചു. ലാസ്റ്റ് വൺ നവീന ശിലായുഗം, കൃഷി ആരംഭിച്ചു. കൂടുതൽ മിനുസമുള്ള കല്ലുകൾ ഉപയോഗിച്ചു. ഓക്കെ.